ഫൈൻ ബിൽഡേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാനുള്ളത് തിരുവനന്തപുരം പുളിയറക്കോണം കാവിൻപുറം മെയിൻ ബസ് സ്റ്റോപ്പിൽ നിന്ന് 50 മീറ്റർ മാത്രം മാറി 25ഓളം വീടുകളുള്ള ഒരു വില്ല കമ്മ്യൂണിറ്റിയിലെ ആദ്യത്തെ വീട്ടിലാണ്. ഇവിടെ നിന്നും വട്ടിയൂർക്കാവ് ജംഗ്ഷനിലേക്ക് 6 കിലോമീറ്ററും തിരുവനന്തപുരം സെൻട്രലിലേക്ക് 14 കിലോമീറ്ററുമാണ് ദൂരം വരുന്നത്. 4.5 സെന്റിൽ 2000 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമുകൾ ഉൾപ്പെടുത്തി നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിന് ചോദിക്കുന്ന വില 85 ലക്ഷം രൂപയാണ്. നമുക്കിനി വീടിന്റെ കാഴ്ചകൾ കണ്ടു. ഇവിടുത്തെ കോമ്പൗണ്ട് വാളിലേക്ക് വരുമ്പോൾ ടെറാക്കോട്ട ജാളിയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു വിന്റേജ് ടൈപ്പ് ഗ്രില്ല് ഇവിടെ നൽകിയിട്ടുണ്ട്. ഇവിടെയും ടെറാക്കോട്ട ജാളി വെച്ചിട്ട് ഒരു ആർച്ച് വീടിന് നൽകിയിരിക്കുന്നു. നമുക്ക് 16 അടി നീളത്തിൽ GA സ്ക്വയർ ട്യൂബിലാണ് ഇവിടുത്തെ ഗേറ്റ് നിർമ്മിച്ചിരിക്കുന്നത്. അതിലൊക്കെ തന്നെ ഒരു വുഡൻ ഫിനിഷിലുള്ള ACP ഷീറ്റ് നൽകിയിട്ടുണ്ട്. ഒരു സൈഡിലേക്ക് ഒരു വിക്കറ്റ് ഗേറ്റും അതുപോലെ തന്നെ സ്ലൈഡ് ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ഗേറ്റുമാണ് നൽകിയിരിക്കുന്നത്. വീടിന്റെ മുറ്റം മുഴുവനും ഇന്റർലോക്കാണ് നൽകിയിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ട് വളരെ മനോഹരമായിട്ടുള്ള ഒരു വലിയൊരു ഗാർഡനിങ് ഏരിയ നൽകിയിട്ടുണ്ട്. ഇവിടെ 2 കാർ പാർക്കിംഗ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇവിടെ ആയിട്ടാണ് നമ്മുടെ ഓപ്പൺ കാർ പാർക്കിങ്ങിന്റെ സ്ഥാനം വരുന്നത്. അതുപോലെ തന്നെ ഈ ഭാഗത്തായിട്ടും നമുക്ക് ഗാർഡൻ ഏരിയ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ക്ലാഡിംഗ് വർക്കുകളും നമുക്ക് കാണാൻ കഴിയും. ഈ ഭാഗത്തായിട്ട് വരുമ്പോൾ ഇവിടെ ആയിട്ടാണ് നമ്മുടെ കവേർഡ് ആയിട്ടുള്ള കാർ പാർക്കിങ്ങിന്റെ സ്ഥാനം വരുന്നത്. അതിലൊക്കെ തന്നെ നമുക്ക് ഫോൾ സീലിംഗ് വർക്ക് കാണാം. അതുപോലെ തന്നെ ഒരു ഹാങ്ങിങ് ലൈറ്റ് ഇവിടെ നൽകിയിട്ടുണ്ട്. ഇവിടെയും നമുക്ക് ക്ലാഡിംഗ് വർക്ക് നൽകിയിട്ടുണ്ട്. വീടിന് സിറ്റൗട്ടും നൽകിയിട്ടുണ്ട്. സിറ്റൗട്ടിലേക്ക് കയറി വരുമ്പോൾ നമുക്ക് സ്റ്റെപ്പിന് ഗ്രാനൈറ്റ് ആണ് നൽകിയിരിക്കുന്നത്. അതുപോലെ സിറ്റൗട്ടിന് നമുക്ക് വെട്രിഫൈഡ് ടെയിലാണ് നൽകിയിരിക്കുന്നത്. നമ്മുടെ മെയിൻ ഡോർ വന്നിട്ട് തേക്കിലാണ് ചെയ്തിരിക്കുന്നത്. മെയിൻ ഡോറും കട്ടളയും തേക്കിലാണ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി വീടിന്റെ ഉള്ളിലെ കാഴ്ചകൾ കണ്ടുവരാം. വീടിന്റെ ഉള്ളിലേക്ക് വരുമ്പോൾ 160/80 സൈസിലുള്ള വെട്രിഫൈഡ് ടെയിലാണ് ഫ്ലോറിന് നൽകിയിരിക്കുന്നത്. 15x14 ലിവിങ്ങിന്റെ സൈസ് വരുന്നത്. ഇവിടെ ആയിട്ട് നമുക്ക് വളരെ മനോഹരമായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്ക് കാണാം. അതിലൊക്കെ തന്നെ സ്പോട്ട് ലൈറ്റ് ഒക്കെ നൽകിയിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ട് ഒരു ഹാങ്ങിങ് ലൈറ്റ് കാണാം. അതുപോലെ തന്നെ ഫാൻസി ലൈറ്റുകൾ നൽകിയിട്ടുണ്ട്. ഇവിടെ ആയിട്ടാണ് വളരെ മനോഹരമായിട്ടുള്ള TV യൂണിറ്റിന്റെ സ്ഥാനം വരുന്നത്. അതിന്റെ ബാക്കിലായിട്ട് WPCയുടെ ഒരു പാനലിംഗ് നൽകിയിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ട് ഒരു വിന്റേജ് ക്ലോക്കും നൽകിയിട്ടുണ്ട്. നമുക്കിനി ലിവിംഗിൽ നിന്ന് വരുമ്പോഴേക്കും ഈ ഭാഗത്തായിട്ടാണ് നമുക്ക് വാഷിംഗ് കൗണ്ടർ വരുന്നത്. ജാഗ്വാർ ആണ് അതിന്റെ ഫിറ്റിംഗ്സ് വരുന്നത്. ടേബിൾ ടോപ്പാണ് നൽകിയിരിക്കുന്നത്. അവിടെയും WPCയുടെ ഒരു പാനലിംഗ് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ സ്പോട്ട് ലൈറ്റും മിററൊക്കെ നൽകിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ വരുമ്പോഴേക്കും സെപ്പറേറ്റഡ് ആയിട്ടുള്ള ഒരു ഡൈനിങ് ആണ് ഇവിടെ വരുന്നത്. 13x11 ഡൈനിങ്ങിന്റെ സൈസ് വരുന്നത്. ഡൈനിങ്ങിന്റെ ഒരു വാളിൽ വന്നിട്ട് ടെക്സ്ചർ വർക്ക് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും ഫോൾ സീലിംഗ് വർക്കും ഫാനും ഒക്കെ നൽകിയിട്ടുണ്ട്. ഡൈനിങ്ങിനോട് ചേർന്ന് തന്നെയാണ് ഇവിടുത്തെ ഓപ്പൺ ആയിട്ടുള്ള കിച്ചന്റെ സ്ഥാനം വരുന്നത്. 12x11 കിച്ചന്റെ സൈസ് വരുന്നത്. ഇവിടെയും ഫോൾ സീലിംഗ് വർക്കും സ്പോട്ട് ലൈറ്റുകളൊക്കെ നൽകിയിട്ടുണ്ട്. കൗണ്ടർ ടോപ്പ് വന്നിട്ട് ഗ്രാനൈറ്റ് ആണ് നൽകിയിരിക്കുന്നത്. അതുപോലെ മുകളിലും താഴെയും ഒക്കെ ഒരുപാട് സ്റ്റോറേജ് സ്പേസ് നൽകിക്കൊണ്ടാണ് ഇത് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ആയിട്ടാണ് സിങ്കിന്റെ സ്ഥാനം വരുന്നത്. അതുപോലെ തന്നെ സിങ്ക് ഹോക്കും നൽകിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഈ വീട്ടിൽ 4 ബെഡ്റൂമുകളാണ് ഉള്ളത്. അതിൽ ഒരു ബെഡ്റൂം താഴത്തെ നിലയിലും ബാക്കി 3 ബെഡ്റൂം മുകളിലത്തെ നിലയിലുമാണ്. നമുക്ക് ഈ ബെഡ്റൂമിലേക്ക് വരുമ്പോൾ 160/80 സൈസിലുള്ള വെട്രിഫൈഡ് ടെയിൽ തന്നെയാണ് ഈ ബെഡ്റൂമിലെ ഫ്ലോറിന് നൽകിയിരിക്കുന്നത്. 14x11 ഈ ബെഡ്റൂമിന്റെ സൈസ് വരുന്നത്. ഈ ഒരു വാൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ടെക്സ്ചർ വർക്ക് നമുക്ക് കാണാം. അതുപോലെ തന്നെ WPCയുടെ ഒരു പാനലിംഗ് ഇവിടെ നൽകിയിട്ടുണ്ട്. ഇവിടെ ഒരു ലക്ഷറീസ് ഫീൽ ഉള്ള ഒരു ഫോൾ സീലിംഗ് വർക്കാണ് ഈ ബെഡ്റൂമിന് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ AC-യുടെ പോയിന്റ് നൽകിയിട്ടുണ്ട്. ഇവിടെയാണ് വളരെ ഒരു വലിയൊരു വാർഡ്രോബ് നൽകിയിരിക്കുന്നത്. അതിൽ മിററും നൽകിയിട്ടുണ്ട്. ഈ ബെഡ്റൂമിലെ വാഷ്റൂമിലേക്ക് വരുമ്പോൾ ഇവിടെ പ്ലംബിംഗ് ഫിറ്റിംഗ്സും സാനിറ്ററി ഫിറ്റിംഗ്സും എല്ലാം സെറയാണ് നൽകിയിരിക്കുന്നത്. 2x2 ആന്റി സ്കിഡിംഗ് ടെയിലാണ് ഫ്ലോറിന് നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു മിക്സർ യൂണിറ്റ് നൽകിയിട്ടുണ്ട്. അതിൽ ഹാൻഡ് ഷവറും കൊടുത്തിട്ടുണ്ട്. ഒരു ഹീറ്ററിന്റെ പോയിന്റ് നൽകിയിട്ടുണ്ട്. ഇതേ രീതിയിൽ ഡിഫറെന്റ് കളർ പാറ്റേണിലാണ് ഈ വീട്ടിലെ മുഴുവൻ വാഷ്റൂമുകളും ചെയ്തിരിക്കുന്നത്. ഡൈനിങ്ങിനോട് ചേർന്നാണ് ഇവിടുത്തെ അപ്സ്റ്റെയർ നൽകിയിരിക്കുന്നത്. ഒരു സ്റ്റീൽ ആൻഡ് വുഡൻ ഫിനിഷിലാണ് ഇവിടുത്തെ ഹാൻഡ് റെയിൽ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ സ്റ്റെപ്പിനും ഹൈറ്റിനും ആന്റി സ്കിഡിംഗ് ടെയിലാണ് നൽകിയിരിക്കുന്നത്. അതുപോലെ ഈ ഒരു വാളിൽ ടെക്സ്ചർ വർക്ക് കാണാം. മേളത്തെ ലാൻഡിങ് വരെയും ഈ ടെക്സ്ചർ വർക്ക് നൽകിയിരിക്കുകയാണ്. നമുക്കിനി മേളത്തെ നിലയിലെ കാഴ്ചകൾ കൊണ്ടുവരാം. ഫസ്റ്റ് ഫ്ലോറിലേക്ക് വരുമ്പോൾ ഇവിടെയും 160/80 സൈസിലുള്ള വെട്രിഫൈഡ് ടെയിലാണ് ഫ്ലോറിന് നൽകിയിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ടാണ് വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള ഒരു ഏരിയ നൽകിയിട്ടുള്ളത്. ഇവിടെയും മുഴുവനായിട്ട് ഫോൾ സീലിംഗ് വർക്ക് നമുക്ക് കാണാം. ഈ ഭാഗത്തായിട്ടാണ് ചെറിയൊരു ലിവിങ്ങിന്റെ സ്പേസ് വരുന്നത്. അവിടെ ഹാങ്ങിങ് ലൈറ്റ് ഒക്കെ നൽകിയിട്ടുണ്ട്. നമുക്കിനി ഒന്നാമത്തെ ബെഡ്റൂമിലെ കാഴ്ചകൾ കണ്ടുവരാം. ഒന്നാമത്തെ ബെഡ്റൂമിലേക്ക് വരുമ്പോൾ ഇവിടെയും 160/80 സൈസിലുള്ള വെട്രിഫൈഡ് ടെയിലാണ് ഫ്ലോറിന് നൽകിയിരിക്കുന്നത്. 13x10 ഈ ബെഡ്റൂമിന്റെ സൈസ് വരുന്നത്. ഇവിടെ വളരെ മനോഹരമായിട്ടുള്ള ഒരു ഫോൾ സീലിംഗ് വർക്ക് നൽകിയിട്ടുണ്ട്. അതിലൊക്കെ തന്നെ സ്പോട്ട് ലൈറ്റ് ഒക്കെ നൽകിയിട്ടുണ്ട്. ഇവിടെ ആയിട്ട് ഒരു AC-യുടെ പോയിന്റ് നൽകിയിട്ടുണ്ട്. നമുക്കിനി ഇവിടെ ഒരു വലിയൊരു വാർഡ്രോബ് നൽകിയിട്ടുണ്ട്. ഫുള്ളായിട്ട് കവേർഡ് ആയിട്ടുള്ള ഒരു വാർഡ്രോബാണ് നൽകിയിരിക്കുന്നത്. ഈ വീട്ടിലെ എല്ലാ ഇലക്ട്രിക് ഫിറ്റിംഗ്സും വരുന്നത് V-Guard ആണ്. ഇവിടുത്തെ DB ബോക്സ്, MCB, ELCB എല്ലാം മുഴുവനായിട്ടും V-Guard ആണ് ചെയ്തിരിക്കുന്നത്.
നമുക്കിനി ഫസ്റ്റ് ഫ്ലോറിലെ മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് വരാം. ഇവിടേക്ക് വരുമ്പോൾ ഇവിടെയും 160/80 സൈസിലുള്ള വെട്രിഫൈഡ് ടൈലാണ് നൽകിയിരിക്കുന്നത്. 15x10 ഈ ബെഡ്റൂമിന്റെ സൈസ് വരുന്നത്. ഇവിടെയും ഫോൾ സീലിംഗ് വർക്ക് നൽകിയിട്ടുണ്ട്. ഒരു വാളിൽ വന്നിട്ട് ടെക്സ്ചർ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ WPCയുടെ ഒരു പാനലിംഗ് നൽകിയിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ വാർഡ്രോബ് നൽകിയിരിക്കുന്നത്. ഇനി നമുക്ക് ഈ റൂമിൽ നിന്ന് ഒരു പ്രൈവറ്റ് ബാൽക്കണി നൽകിയിട്ടുണ്ട്. ബാൽക്കണിയിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് ഹാൻഡ് റെയിൽ നൽകിയിരിക്കുന്നത് GI സ്ക്വയർ ട്യൂബും വുഡും കൂടെ ചേർന്നിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ ഇവിടെയായിട്ട് നമുക്കൊരു ഫോൾ സീലിംഗ് വർക്ക് കാണാം. അതിലൊക്കെ തന്നെ LED ലൈറ്റും ഒരു ഫാൻസി ലൈറ്റൊക്കെ നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ട് നമുക്കൊരു ക്ലാഡിംഗ് വർക്ക് നൽകിയിട്ടുണ്ട്. വുഡൻ ഫിനിഷിലുള്ള ക്ലാഡിംഗ് വർക്കാണ് നൽകിയിരിക്കുന്നത്. വീടിന്റെ ഡീറ്റെയിൽസ് ഒന്നുകൂടെ പറയാം. 4.5 സെന്റിൽ 2000 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമുകൾ ഉൾപ്പെടുത്തി നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിന് ചോദിക്കുന്ന വില 85 ലക്ഷം രൂപയാണ്. വില ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ്. ഈ വീടിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും സൈറ്റ് വിസിറ്റ് ചെയ്യുന്നതിനുമായി വീഡിയോയിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇതുപോലുള്ള പുതിയ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയുമായി കാണാം. താങ്ക്